അപ്പോൾ നമ്മളിതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് കേസ് നമ്മുടെ വീടിന് ചുറ്റും വെള്ളമായി. അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേസ്. എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ് കണ്ടോ. ഇനി ഒരൊറ്റ പടിയും കൂടെ കയറി കഴിഞ്ഞാൽ വീടിനകത്തോട്ട് വെള്ളം കയറും. പക്ഷേ കേരളത്തിലെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ മഴയുണ്ട് കേസ്. ഇത് കാത്തൂൻ്റെ വീടാണ്. കാത്തൂൻ്റെ വീട് ഏകദേശം ഒരൊറ്റ പടിയും കൂടെ കയറിയാൽ മുങ്ങും ഇല്ലേടി, എന്നുവെച്ചാൽ അകത്ത് കയറും. അപ്പോൾ കാത്തൂടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും വെള്ളമാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നിടത്തും വെള്ളമാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തത്. പിന്നെ കേസ് നമുക്ക് ഈ ചുറ്റുവട്ടം ഒന്ന് കണ്ടു പോകാം. കാരണം അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഇല്ലേടി. അതെ 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 കേസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കാണാൻ കഴിച്ച് കണ്ടു. ഇവിടെ എല്ലാം എനിക്ക് കണ്ട് ഇത്രയും വെള്ളമുണ്ട്. താഴോട്ട് എടുക്കുന്നത് ഇത്രയും വെള്ളമുണ്ട്. ഈ മുട്ടിൻ്റെ അത്രയും വെള്ളമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് അതിലും കൂടുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്നിടത്ത് ഏകദേശം ഇത്രയും വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം, ഒന്ന് കാണിക്കാം ചെറുതായിട്ട് കേസ്. എൻ്റെ ഉമ്മാരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകാം കേസ്. അപ്പോൾ നമുക്ക് നേരെ കാത്തൂൻ്റെ വീട്ടിലോട്ട് പോകാം. കാത്തൂൻ്റെ വീട്ടിൽ അത്യാവശ്യം വെള്ളമുണ്ട്. കാത്തൂൻ്റെ വീട്ടിൽ കാത്തൂൻ്റെ ചേട്ടനൊക്കെ നേരത്തെ മുങ്ങുവാ കേസ്. അങ്ങനെ നേരെ നമ്മൾ കാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാത്തൂൻ്റെ വീട് എൻ്റെ തൊട്ടടുത്താണ്. ഇത്രയും വെള്ളം കാത്തൂൻ്റെ വീട്ടിലുണ്ട്. അത് പറയടി, വിവരിച്ച് പറ. അവിടുത്തെ പടിയൊക്കെ മുങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പടിയും കൂടെ മുങ്ങിയാ വീടിന്റെ അകത്ത് വെള്ളം കയറും. അകത്ത് വെള്ളം കയറും. നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങോട്ടേലും ഇറങ്ങി ഓടും. കേസ് കണ്ടോ, ഇത്രയും വെള്ളം കാത്തൂൻ്റെ വീട്ടിലുണ്ട്. കാത്തൂൻ്റെ പൈപ്പൊക്കെ മുങ്ങാറായി. പിന്നെ പൈപ്പ് മുങ്ങി മഴയും പെയ്യുന്നുണ്ട്. മിക്കവാറും വീട് മുങ്ങും, അത് ഉറപ്പാ. അത് കയറിയിക്കടി കേസ്. ഇനി ഇത് എടുത്ത് ആർക്ക് അയച്ചു കൊടുക്കണം? കളക്ടറിന് അയച്ചു കൊടുക്കണം. വേണ്ട. സ്കൂളിന് അവധി കിട്ടിയെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരു വർഷം കിട്ടിയ അത്രയും നല്ലത്. പണ്ട് എന്റെ വീട്ടിൽ വണ്ടി കയറുന്നു, പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിൽ വള്ളവും കയറും. എന്തുവാണ് ഇത്? കൊല വാഴയെല്ലാം ഉണ്ടല്ലോ. ഇതിപ്പോ തേടാണ്ടോ, പണ്ട് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഇപ്പം വള്ളം പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. കാത്തൊക്കെ റിച്ചാ. ഇനി തന്നെ ഇത്രയും വെള്ളം കൂടെ കയറിയാൽ മതി കേട്ടോ. ഒരു പടി, ഇതൊരു പടി, ഒരു പടി, രണ്ട് പടി. നിങ്ങൾക്ക് ഒരു പടി കൂടുതലാണല്ലോ. ഇനി വീടും മുങ്ങും ഒരു പടി കൂടെ. ഗൈസ്, അപ്പോൾ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ റോഡാണെന്ന് ഇപ്പം പറയാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം ഇവിടെ വെള്ളം കയറിയിരിക്കുമല്ലേ. അങ്ങനെ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. റോഡിൽ നിന്ന് ഇവിടെ ഗൈസ് ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ ആയിരുന്നു നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, വെള്ളം കയറി എല്ലാമേ പോച്ച്. ഇനി വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ വെള്ളം ഇറങ്ങണം ലേഡി. ഗൈസ്, കാത്തൂന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് അറിയോ? സ്കൂള് മുങ്ങി. അതാണ് ഇവിടെ സ്കൂള് മുങ്ങി. അതാണ് ഇവിടെ ഏറ്റവും വലിയ സന്തോഷം. ക്യാമ്പ് ആയതുകൊണ്ട് കാത്തൂന് ഭാഗ്യമാണ് ഗൈസ്. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. കാരണം നമുക്ക് ഇതിപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുവട്ടമാണ്. ഇത് റോഡ്, വീട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതെല്ലാം മുങ്ങി കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ തമാശയാന്ന് തോന്നും, പക്ഷെ അതിനുള്ള പാടില്ലേടി. നല്ല പാടാണ് ഐസ് വെള്ളത്തിലൊക്കെ സർവൈവ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കുക. ഞങ്ങളിവിടെ റോഡായതുകൊണ്ട് ഇറങ്ങുന്നതാണ്. പിന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന കേസ്. ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പറയാം എന്തേലും രണ്ട് വാക്ക്. വളരെ നല്ല അഭിപ്രായം. വെള്ളം കയറി. ഇനി ഒരു കാത്തു പറയുന്നത് ഒരു വർഷം വെള്ളം ഇവിടെ തന്നെ കാണണം. കാരണം നമുക്ക് സ്കൂളിൽ പോയിരിക്കണം. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അത് മാത്രമേ ഉള്ളൂ. ശരിയാ, വീടിന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. വീഡിയോ എടുക്കുന്നിടത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം വെള്ളം കയറി. നമ്മൾ വീഡിയോ എടുക്കുന്നിടത്താണ് നിൽക്കുന്നത്. വേണ്ട ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ എല്ലാം വെള്ളം. അതേണ്ട, ഞങ്ങൾ വെള്ളം താണ്ടിയാണ് ഇവിടെ വരെ എത്തിയത്. പുറവശം ഫുള്ള് വെള്ളമാണ്. വേണ്ട, കാത്ത് ഏകദേശം മുങ്ങി ഗൈസ്. ഇനി നമ്മൾ 2-3 ദിവസത്തേക്ക് വീഡിയോ കാണത്തില്ല. എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുന്നത്ര ഇല്ലേടി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്റെ പൊന്ന് അയൽവാസി മാമ എന്തിനു തരുന്നു ട്രോമ? ചുറ്റിലും എന്തൊരു ഡ്രാമ. ഇതെങ്ങനെ പോയാൽ കോമ. നാട്ടില് തലയിലാമ, നൈറ്റില് അണ്ണൻ റോങ്ങ, ഉള്ളില് തുളുമ്പണ കാമ, പക്ഷെ പാടും ഹരേ രാമ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? നീ പറഞ്ഞ സത്യം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് നടക്കുന്നത്? മുന്നിൽ പുഞ്ചിരി തൂകണ ചേച്ചി, പിന്നിൽ എന്തിനെ ക്ഷണി കാച്ചി, പരദൂഷണം പരത്തണ പൂച്ചി, എല്ലാ വീട്ടിലും പാറി പാടി. ചേച്ചി എന്തിനെ ഇങ്ങനെ കാട്ടി, നാട്ടിലും വീട്ടിലും മാട്ടി, അവരാകെ കേട്ടത് പാതി, ബാക്കി കൈ എന്നിട്ടങ്ങ് പാടി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്?